ഹരി ഓം. വിപ്രഭക്തിമാർ കണ്ട ഭാഗവതത്തിലെ ശ്രീകൃഷ്ണരൂപം നമുക്കും കണ്ടു നോക്കാം. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതുപ്രവാളനടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളകകപോലമുഖാബ്ജഹാസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 61. വിപ്രപത്ന്യനുഗ്രഹം. വൃത്തം വംശസ്ഥം. ശ്ലോകം 1. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരീ ഭക്തതരദ്വിജംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. ഒരിക്കൽ കൂടി. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതശ്ച പിന്നീടാകട്ടെ, വൃന്ദാവനധോ വൃന്ദാവനത്തിൽ നിന്ന്, അതിദൂരധോ വനം വളരെ ദൂരെയായിട്ടുള്ള വനഭാഗത്തെ, ഗതസ്ത്വം ഖലു അങ്ങ് പ്രാപിച്ചവനായിയല്ലോ, ഗോപഗോകുലൈ ഗോപന്മാരോടും ഗോക്കളുടെ സമൂഹത്തോടും ഒത്ത്, ഹൃദന്തരേ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ മനസ്സിന്റെ ഉള്ളിൽ, ഭക്തതര അത്യന്തം ഭക്തകളായ, ദ്വിജാംഗന ബ്രാഹ്മണ സ്ത്രീകളുടെ, കദംബക സമൂഹത്തെ, അനുഗ്രഹണാഗ്രഹം വഹൻ അനുഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹം വഹിക്കുന്നവനായി, അനുഗ്രഹണ തൽപരനായിട്ട്. ശ്ലോകാർത്ഥം. പിന്നീടാകട്ടെ, അതിഭക്തകളായ ചില ബ്രാഹ്മണ സ്ത്രീകളുടെ സമൂഹത്തെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹം മനസ്സിനുള്ളിൽ വഹിക്കുന്നവനായി അവിടുന്ന് ശ്രീകൃഷ്ണൻ ഗോപന്മാരോടും ഗോക്കളുടെ സമൂഹത്തോടും കൂടി വൃന്ദാവനത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള വനപ്രദേശത്തെ പ്രാപിച്ചുവത്രേ. ശ്ലോകം 2. തദു നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം ത്രിഷാകുലം അദൂരതോ യത്നപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീതി വിയാചനായതാൻ. തദോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം ത്രിഷാകുലം അദൂരതോ യത്നപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീതി വിയാചനായതാൻ. തഥോ പിന്നെ, നിരീക്ഷിച്ചിട്ട്, അശരണേ ശ്രീകൃഷ്ണനല്ലാതെ മറ്റൊരു ശരണമില്ലാത്ത, വനാന്തരേ വനത്തിന്റെ മധ്യത്തിൽ, കിശോരലോകം ആ ഗോപകിശോരന്മാരുടെ സമൂഹമെല്ലാം, ക്ഷുധിതം വിശക്കുന്നവരും, തൃഷാകുലം ദാഹം കൊണ്ട് അതീവ വിവശരും ആയിരിക്കെ, അദൂരതോ വളരെ ദൂരെയൊന്നുമല്ലാതെ, യത്നപരാൻ യത്നകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ദ്വിജാൻ പ്രതി ബ്രാഹ്മണശ്രേഷ്ഠന്മാരുടെ അടുത്തേക്ക്, വ്യസർജയോ പറഞ്ഞയച്ചു, ദീദിവി അന്നത്തിനായി ഭക്ഷണത്തിനായി, യാചനായ താൻ യാചിക്കുവാൻ. ശ്ലോകാർത്ഥം. പിന്നെ ആ വനാന്തരത്തിൽ വീടും കുടിയുമൊന്നും അടുത്തില്ലാതെ ഭഗവാനിൽ മാത്രം ശരണാഗതരായ ആ ഗോപബാലകന്മാർ വിശപ്പും ദാഹവുമൊക്കെ കൊണ്ട് പരവശരായി കണ്ട്, വളരെ അകലെയല്ലാതെ യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരുടെ അടുത്തേക്ക് അന്നം യാചിക്കുന്നതിനായി കുട്ടികളെ അവിടുന്ന് പറഞ്ഞയച്ചു. വൃന്ദാവനത്തിൽ നിന്ന് വളരെ ദൂരെ വനാന്തരത്തിൽ കുറെ ബ്രാഹ്മണർ സ്വർഗപ്രാപ്തിക്കായി അങ്കിരസ് എന്ന സത്രം നടത്തുന്നുണ്ട്. ആ ബ്രാഹ്മണർ വേദമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും ചൊല്ലുന്ന വേദഭാഗത്തിന്റെ അർത്ഥം അറിയുന്നവരല്ലായിരുന്നു.
അർത്ഥം അറിയാത്ത ആഹുതികളും അർച്ചനകളുമെല്ലാം ഭക്തിരഹിതവും ഫലപ്രാപ്തി ഉണ്ടാകാത്തവയുമാണ്. ഈ ബ്രാഹ്മണർക്ക് ജ്ഞാനം നൽകാനും നേർവഴിക്ക് അവരെ നയിക്കാനും ഭക്തോത്തമകളായ പത്നിമാരെ അനുഗ്രഹിക്കാനുമാണ് ശ്രീകൃഷ്ണന്റെ ഉദ്യമം. ഗോപബാലകന്മാരിൽ അതീവ വിശപ്പും ദാഹവും ഉണ്ടാക്കി അവരെ അന്നത്തിന് യാചിക്കാൻ അയക്കുന്നു. അർത്ഥജ്ഞാനമില്ലാത്ത കർമ്മത്തിന് ഫലപ്രാപ്തിയില്ലെന്ന തത്വം ഗോപബാലകരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 3. ഗതേഷ്വധോതേഷ്വഭിധായ തേഭിധാം കുമാരകേശോദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിരാ ആപ്യഭിനിന്നുരശ്രുതിം ന കിഞ്ചിദൂജുശ്ചമകീസുരോത്തമാഃ. ഒരിക്കൽ കൂടി. ഗതേഷ്വധോതേഷ്വഭിധായ തേഭിധാം കുമാരകേശോദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിരാപ്യഭിനിന്നുരശ്രുതിം ന കിഞ്ചിദൂജുശ്ചമകീസുരോത്തമാഃ. ഗതേഷു അധോതേഷു. അനന്തരം ആ കുമാരകന്മാർ ബ്രാഹ്മണരുടെ അടുത്ത് ചെന്ന് അഭിധായതേ അഭിധാം, അങ്ങയുടെ പേരും പറഞ്ഞ് കുമാരകേഷു ആ കുമാരന്മാരുടെ ഓദനയാജിഷു, ഓദനത്തിനായുള്ള യാചന, അന്നത്തിനു വേണ്ടിയുള്ള യാചന. പ്രഭോ, ഏ പ്രഭുവായ ശ്രീ ഗുരുവായൂരപ്പ, ശ്രുതിസ്ഥിര അഭി, വേദം ചൊല്ലുന്നതിൽ പ്രാവീണ്യമുള്ളവരാണെങ്കിലും അഭിനിന്നൂർ, അഭിനയിച്ചു, അശ്രുതിം, വേദപ്രമാണത്തിന് നിരക്കാത്ത വിധം, ന കിഞ്ചിത് ഊജുശ്ച, ഒന്നും തന്നെ പറഞ്ഞതുമില്ല. മഹീസുരോത്തമ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. ശ്ലോകാർത്ഥം. ഹേ പ്രഭുവായ ശ്രീ ഗുരുവായൂരപ്പ, അനന്തരം ആ കുമാരകന്മാർ യാഗശാലയിൽ ചെന്ന് ഭഗവാനായ അങ്ങയുടെ പേരും പറഞ്ഞ് ഭക്ഷണത്തിന് യാചിച്ചു. എങ്കിലും ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വേദങ്ങളിൽ സ്ഥിരപ്രജ്ഞരാണെങ്കിലും അശ്രുതികളെ പോലെ അഭിനയിച്ച് ഒന്നും തന്നെ പറഞ്ഞതുമില്ല. ഗോപന്മാർ പ്രകീർത്തിച്ച ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനാകുന്നു എന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്ന് സ്വയം അഭിമാനിക്കുന്ന ഇവർക്ക് അറിയാതെ പോയി. വേദം ഉരുവിട്ടാലും വേദങ്ങളിലെ ആത്മാവായ പരബ്രഹ്മസ്വരൂപത്തെ ഗ്രഹിക്കാൻ ഇവർക്ക് ത്രാണിയില്ലായിരുന്നു. അവർ ഗോപന്മാരോട് അന്നം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ ആ ഗോപബാലന്മാരെ കേൾക്കാത്ത പോലെ അഭിനയിച്ചു. ശ്ലോകം 4. അനാദരാദ്ഖിന്നധിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം കിയജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാഃ കഥം കി ഭക്തം ത്വയി തൈ സമർപ്യതേ. ഒരിക്കൽ കൂടി. അനാദരാദ്ഖിന്നധിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം കിയജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാഃ കഥം കി ഭക്തം ത്വയി തൈ സമർപ്യതേ. അനാദരാത്, അവരെ ആദരിക്കാത്തതിനാൽ, അവരുടെ നേരെയുള്ള അനാദരം കൊണ്ട്. ഖിന്നധിയോ, ഖിന്നരായ ദുഃഖിക്കുന്ന മനസ്സുമായി. ഹി ബാലക, ആ ബാലകന്മാർ. സമായയോർ, തിരികെ പോന്നു. യുക്തമിതം ഹി, ഇത് ഉചിതം തന്നെയാണ്. യജ്ജസു, യത്നം ചെയ്യുന്നവരിൽ. ചിരാത്, വളരെ കാലമായി. അഭക്താ ഖലു, അഭക്തന്മാരാണല്ലോ. തേ മഹീസുര, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. കഥം ഹി ഭക്തം, അന്നം എങ്ങനെ. ത്വയിതൈ സമർപ്യതേ, അങ്ങേക്കായി സമർപ്പിക്കും. ശ്ലോകാർത്ഥം. ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ അനാദരവ് മൂലം ദുഃഖിതരായി ഗോപബാലകന്മാർ തിരികെ പോന്നു. അശ്രുതികളായി യത്നം ചെയ്യുന്നവരിൽ ഇത്
ഭക്തം തന്നെയാണ്. വളരെ കാലമായി അഭക്തരായ ആ ബ്രാഹ്മണ ശ്രേഷ്ഠർ എങ്ങനെ ഭഗവാന് അന്നം സമർപ്പിക്കും? ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വേദത്തിന്റെ അന്തപ്പൊരുളായ ഭഗവാനെ അറിയാത്ത അഭക്തന്മാരാണ്. സ്വയം തന്നെ ഭക്തരല്ലാത്ത അവർ എങ്ങനെ ഭഗവാന് ഭുക്തം, അതായത് അന്നം നൽകും? ഇങ്ങനെ ഈശ്വരനെ അറിയാത്തവർ മറ്റുള്ളവർക്ക് സദാ അനാദരവും ദുഃഖവും നൽകുന്നു. യജ്ഞസ്വീകർത്താവായ ഭഗവാൻ ശ്രീഹരിയെ അറിയാൻ ശ്രമിക്കാതെയും ശ്രീഹരി തന്നെയായ ശ്രീകൃഷ്ണന്റെ മഹിമയെ വർണ്ണിച്ചിട്ടും അതിനെ കേൾക്കാതെയും വിശന്നു വലഞ്ഞു വരുന്ന ബാലകർക്ക് ഭക്ഷണം യാചിച്ചിട്ടും നൽകാതെയും ഹോമകർമാദികളും ശ്രുതികീർത്തനങ്ങളും ചെയ്യുന്നത് വ്യർത്ഥമാണ്. ഭഗവാനെ അറിയുക എന്നതായിരിക്കണം ജ്ഞാനലക്ഷണവും ബ്രാഹ്മണ്യത്വവും. ശ്ലോകം 5. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലാ ഇമാക ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരകാദാരജനം യയാചിരേ. ഒരിക്കൽ കൂടി. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലാ ഇമാക ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരകാദാരജനം യയാചിരേ. നിവേദയധ്വം, നിവേദനം ചെയ്യുവിൻ. ഗൃഹിണീജനായ മാം, എന്നെ കുറിച്ച് ബ്രാഹ്മണ പത്നിമാരോട്. ദിശേയുറന്നം, ഭക്ഷണം തരും. ആ പത്നിമാർ ഭക്ഷണം തരും. കരുണാകുലാ ഇമാ, കാരുണ്യം കൊണ്ട് പരവശരായ ഇവർ. ഇതിസ്മിത ആർദ്രം, ഇങ്ങനെ ആർദ്രമായി പുഞ്ചിരിച്ചുകൊണ്ട് ഭവത, അങ്ങയാൽ, കണ്ണനാൽ, ഈരിത, പറയപ്പെട്ട, ഗദാഥേ ധാരക, ആ ബാലകന്മാർ പോയി. ധാരജനം യയാചിരേ, ബ്രാഹ്മണ പത്നിമാരോട് യാചിച്ചു. ശ്ലോകാർത്ഥം: ആ ബ്രാഹ്മണ പത്നിമാരോട് എന്നെക്കുറിച്ച് പറയുവിൻ. കരുണാപരവശരായ അവർ ഭക്ഷണം തരാതിരിക്കില്ല. ഇങ്ങനെ പുഞ്ചിരിച്ച് ആർദ്രചിത്തനായി അങ്ങ് അരുളി ചെയ്തത് കേട്ട് ഗോപബാലകന്മാർ ആ ബ്രാഹ്മണ പത്നിമാരോട് അന്നം യാചിച്ചു. യാചിക്കുവാൻ ഒരുങ്ങിയവന് അവമാനം സാധാരണയാണ്. ഒരിടത്ത് യാചിച്ചു കിട്ടിയില്ലെങ്കിൽ ധൈര്യം അവലംബിച്ച് മറ്റൊരിടത്ത് യാചിക്കുക. ഫലം തീർച്ചയായും ലഭിക്കും. അധൈര്യപ്പെടരുത്. ഈ ബ്രാഹ്മണ സ്ത്രീകൾ സദാ ഭഗവാനെ ചിത്തത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നവരാണ്, ഭക്തിയുക്തകളാണ്, കരുണാർദ്രകളുമാണ്. എന്റെ നാമശ്രവണ മാത്രയിൽ തന്നെ നിങ്ങളെ അവർ അത്യന്തം ആദരിക്കുന്നത് കണ്ടുകൊള്ളുവിൻ എന്നിങ്ങനെ ഭഗവാൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് ആ ഗോപബാലന്മാരോട് അരുളി ചെയ്തു. ശ്ലോകം 6. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹാഃ സ്വകൈർനിരുദ്ധാ അഭിതൂർണമായയുഃ. ഒരിക്കൽ കൂടി. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഃ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹാഃ സ്വകൈർനിരുദ്ധാ അഭിതൂർണമായയുഃ. ഗൃഹീതനാംനി ത്വയി, അങ്ങയുടെ നാമം കേട്ടപ്പോൾ തന്നെ സംഭ്രമാകുല, സംഭ്രമം കൊണ്ട് പരവശരായി. ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത, 4 വിധ ഭോജ്യങ്ങൾ, 4 വിധത്തിലുള്ള ഭോജ്യരസത്തെ അവർ ഗ്രഹിച്ചുകൊണ്ട്. ചിരധൃത, വളരെ കാലമായി വഹിച്ചിരുന്ന. ത്വത്പ്രവിലോകന ആഗ്രഹ, അങ്ങയെ ദർശിക്കാനുള്ള, കാണാനുള്ള ആഗ്രഹം. സ്വഖൈർ, സ്വജനങ്ങളാൽ. പതിയും പുത്രരുമൊക്കെ. നിരുദ്ധ അഭി, തടഞ്ഞു എങ്കിലും. തൂർണം ആയയു, വേഗത്തിൽ തന്നെ
ചെന്നു. ശ്ലോകാർത്ഥം: അങ്ങയുടെ പേര് കേട്ടപ്പോൾ തന്നെ വളരെ കാലമായി അങ്ങയെ ദർശിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ബ്രാഹ്മണ പത്നിമാർ സംഭ്രമാകുലരായി 4 വിധത്തിലുള്ള ഭോജ്യരസത്തെ എടുത്തുകൊണ്ട് സ്വജനങ്ങളാൽ തടുക്കപ്പെട്ടു എങ്കിലും വേഗത്തിൽ ബന്ധപ്പെട്ട് ഭഗവാന്റെ സാമീപ്യത്തിലേക്ക് വന്നു. ഭഗവാൻ സമീപത്തെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ആ വിപ്രപത്നിമാർ സംഭ്രമം കൊണ്ട് പരവശരായി. പിന്നെ തിടുക്കത്തിൽ ചതുർവിധത്തിലുള്ള രസത്തോടുകൂടിയ ഭോജ്യം തയ്യാറാക്കി ഭഗവാനെ കാണാൻ ബന്ധപ്പെട്ടു വന്നു. ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചൂഷ്യം എന്നിങ്ങനെ 4 വിധത്തിലുള്ളതും സൗരഭ്യം, രസം മുതലായ ബഹുഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തിലാക്കി അവർ പരമപ്രീതനായ ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭർത്താക്കന്മാരും മക്കളും സഹോദരന്മാരും ഒക്കെ തടഞ്ഞിട്ടും അവർ പിന്തിരിഞ്ഞില്ല. പരമാത്മാവിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന ജീവാത്മാക്കളായ അവർ പ്രതിബന്ധങ്ങളെ തട്ടി നീക്കി ഭഗവാന്റെ സമീപത്തേക്ക് കുതിച്ചു. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്ന അത്ര സ്വാഭാവികമായി. ഈ വിപ്രപത്നികൾക്ക് ഇത് സാധിച്ചത് അവർ അതീവ കരുണാകുലരായിരുന്നു എന്നതുകൊണ്ടാണ്. അവരുടെ ചിത്തം ഭഗവത് സ്മരണ മൂലം നിർമ്മലമായിരുന്നു. ഭഗവാനിലേക്ക് ചേരാൻ അവർ വിതുമ്പുന്നവരായിരുന്നു. ശ്ലോകം 7. വിലോലപിഞ്ചം ചികുരേ കപോലയോഗോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാക. ഒരിക്കൽ കൂടി. വിലോലപിഞ്ചം ചികുരേ കപോലയോഗോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാക. വിലോലം ഇളകിയാടുന്ന, പിഞ്ചം മയിൽപീലി, ചിഗുരേ തലമുടിയിൽ, കപോലയോ കവിളുകളിൽ, സമുല്ലസത് കുണ്ടലം തിളങ്ങി വിളങ്ങുന്ന കുണ്ടലങ്ങളോടും, ആർദ്രമീക്ഷിതേ വീക്ഷണത്തിൽ ആർദ്രത വിലസുന്നവനും, നിദായ ബാഹും സുഹൃ അംസസീമനി സുഹൃത്തിന്റെ തോളിൽ തന്റെ കൈകളെ വെച്ചും, സ്ഥിതം ഭവന്തം സ്ഥിതി ചെയ്യുന്ന അങ്ങയെ ശ്രീകൃഷ്ണനെ, സമലോകയന്തഥ അവർ ദർശിച്ചു. ശ്ലോകാർത്ഥം: ചിഗുരത്തിൽ ഇളകുന്ന മയിൽപീലി ധരിച്ചവനും, കവിൾത്തടങ്ങളിൽ മണികുണ്ടലങ്ങളുടെ കാന്തി കിടന്നോളം വെട്ടുന്നവനും, തൃക്കൺ പാർക്കലിൽ ആർദ്രത കിടന്ന് തുളുമ്പുന്നവനും, സുഹൃത്തിന്റെ തോളിൽ കയ്യും വെച്ച് വിളങ്ങുന്നവനും ആയ ഹേ കൃഷ്ണ, അങ്ങയെ ആ വിപ്രപത്നിമാർ അസ്സലായി ദർശിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാവോജ്വലവും സൗന്ദര്യോത്തമവും കാരുണ്യാർദ്രവുമായ രൂപമാണ് വിപ്രപത്നിമാർ ദർശിച്ചത്. വിപ്രപത്നിമാർക്ക് ഭഗവാൻ കനിഞ്ഞരുളിയ ഈ ലാവണ്യ രൂപഭാവം നമ്മുടെ മനസ്സിലും മങ്ങാതെ സൂക്ഷിക്കുക. ഭാഗവതം ദശമസ്കന്ധം അധ്യായം 23 ശ്ലോകം 22 ഈ ഭാഗം ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹ ധാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തം ഇതരേണ ധുനാനമബ്ജം കർണോത്പല അളക കപോല മുഖാബ്ജഹാസം. മേഘത്തെപ്പോലെ കോമള ശ്യാമള നിറം പൂണ്ട ദേഹത്തിൽ മിന്നൽ പോലെ കാഞ്ചുന്ന മഞ്ഞപ്പട്ടാട ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ വനമാല, ചിഗുരത്തിൽ മയിൽപീലി, മുഖത്ത് മനയോല, ശിരസിൽ ഇരുഭാഗത്തും തളിരിലകൾ. ഇവ ധരിച്ച് ഒരു കളിക്കാരന്റെ വേഷഭാവമുണ്ട്. കൂടെ നടക്കുന്ന സ്നേഹിതന്റെ തോളിൽ ഒരു കൈവച്ച് മറ്റേ കൈയിൽ ഒരു താമരപ്പൂ ചുഴറ്റിക്കൊണ്ടിരുന്നു. കാതുകളിൽ നീലത്താമര ചൂടിയിരുന്നു. കവിൾത്തടത്തിലേക്ക് കുറുനിരകൾ വീണുകിടന്നിരുന്നു. താമരപ്പൂ പോലെ മനോഹരമായ ആ വദനത്തിൽ ഒരു തൂമന്ദഹാസം പൊഴിഞ്ഞുകൊണ്ടിരുന്നു.
ഇങ്ങനെ ദർശനമാത്രയിൽ തന്നെ മനസ്സിനെ അപഹരിക്കുന്ന മനോഹര രൂപത്തോടെ ആ വിപ്രപത്നിമാർ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിച്ചു. കണ്ണനെ കണ്ട മാത്രയിൽ തന്നെ അവർ കണ്ണുകളടച്ചു. അവർക്ക് പരമഹംസന്മാർ അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദ സമാധി ഒരു നിമിഷം അനുഭവപ്പെട്ടു. അവർ ഭഗവാനിൽ ലീനരായി. പിന്നെ വീണ്ടും നേത്രോന്മീലനം ചെയ്ത് ആ മനോഹര രൂപത്തെ ഹൃദയം കൊണ്ട് നുകർന്നു. സാന്ദ്രാനന്ദ സുഷുപ്തിയിൽ അവർ എല്ലാ സന്താപത്തെയും വിസ്മരിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ അവരോട് പറഞ്ഞു, ഹേ ഭാഗ്യശാലികളെ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹേ പരിശുദ്ധകളെ, നിങ്ങൾ ഫലാഭിസന്ധിയില്ലാതെ പരമാത്മസ്വരൂപനായ എന്നിൽ പരമഭക്തിയുള്ളവരായിരിക്കുവിൻ. ആ വിപ്രപത്നിമാർ തങ്ങളെ ഭഗവാൻ തന്റെ ദാസികളായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ അവരെ ഉപദേശിച്ചു, നിങ്ങളുടെ മനസ്സിനെ സദാ എന്നിൽ തന്നെ ഉറപ്പിക്കുവിൻ. ഈ ദേഹനാശാന്തരം നിങ്ങൾ എന്നെ തന്നെ പ്രാപിക്കും. പിന്നെ ആ സതീദേവികൾ യജ്ഞശാലയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വിപ്രപത്നികളെ അനുഗ്രഹിച്ച് ലീലാവതാരമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർ കൊണ്ടുവന്ന ചതുർവിധമായ അന്നം ഗോപന്മാരോടൊത്ത് ഭുജിച്ചു. ശ്ലോകം 8. തദാ ചകാചിത്വദുപാഗമോദ്യത ഗൃഹീതഹസ്താദയിതേന യജ്വനാ തദൈവ സംചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമകോ കൃതിന്യസൗ. ഒരിക്കൽ കൂടി. തദാ ചകാചിത്വദുപാഗമോദ്യത ഗൃഹീതഹസ്താദയിതേന യജ്വനാ തദൈവ സംചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമകോ കൃതിന്യസൗ. തഥാച അപ്പോൾ തന്നെ, കാചിത് ഒരുവൾ, ഒരു വിപ്രപത്നി, ത്വദ് അങ്ങയെ, ഉപാഗമ ഉദ്യത ഉപാഗമോദ്യത കണ്ണനടുത്തേക്ക് ഉപാഗതമാകാൻ ആഗ്രഹിച്ച ഒരുവൾ, ഗ്രഹീതഹസ്ത കൈക്ക് പിടിക്കപ്പെട്ടവളായി, ദയിധേന യജ്വന യജ്വനായ യജ്ഞത്തിൽ ഏർപ്പെട്ട യാഗം ചെയ്യുന്ന ഭർത്താവിനാൽ, തദൈവ തഥാ പ്ലസ് ഏവ തദൈവ അപ്പോൾ തന്നെ, സഞ്ചിത്യ ഭവന്തം ഭഗവാനായ അങ്ങയെ ധ്യാനിച്ച്, അഞ്ജസ പെട്ടെന്ന് എളുപ്പത്തിൽ ഉടനെ തന്നെ, വിവേശ കൈവല്യം കൈവല്യത്തെ മോക്ഷത്തെ പ്രാപിച്ചു. അഹോ ആശ്ചര്യം തന്നെ. കൃതിന്യസൗ കൃതിനീ അസൗ അവൾ ഭാഗ്യം ചെയ്തവളായിരുന്നു. ശ്ലോകാർത്ഥം. അപ്പോൾ ശ്രീകൃഷ്ണ ദർശനത്തിന് ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ അടുത്ത് എത്താൻ ശ്രമിച്ച ഒരു ബ്രാഹ്മണ പത്നിയെ യാഗം ചെയ്യുന്ന ഭർത്താവ് കൈക്ക് കടന്നു പിടിച്ച് തടഞ്ഞു. അപ്പോൾ തന്നെ ആ ഭക്ത ഭഗവാനെ ധ്യാനിച്ച് അനായാസമായി കൈവല്യം പ്രാപിച്ചു, മോക്ഷം പ്രാപിച്ചു. ആശ്ചര്യം! ഇവളെത്രേ ഭാഗ്യവതി! ഭഗവാനായ കൃഷ്ണനെ ദർശിക്കാൻ ഒരുങ്ങിയ ഒരു പത്നിയെ യാഗം ചെയ്യുന്ന ഭർത്താവ് തടഞ്ഞു വെച്ചു. ഗത്യന്തരമില്ലാതെ അവൾ ഭഗവാനെ മനോമുകുളത്തിൽ ധ്യാനിച്ചു. ഭഗവാൻ ആ ഭാഗ്യവതിക്ക് സദ്യോമുക്തി നൽകി. ഭഗവാന്റെ സമീപത്തിലെത്തി ദർശനഭാഗ്യം സിദ്ധിച്ച ഭക്തകൾക്ക് ഭഗവാന്റെ അനുഗ്രഹമാണ് ഉണ്ടായത്. ഈ ഭക്തയ്ക്കോ ഉടൻ മുക്തി നൽകുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ. ആദായ ഭോജ്യാന്യനുഗൃഹ്യത പുനഃ ത്വദംഗസംഗസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാക ചകർത്തഭർത്തॄനബിതാസ്വഗർഹണാൻ. ഒരിക്കൽ കൂടി. ആദായ ഭോജ്യാന്യനുഗൃഹ്യത പുനഃ ത്വദംഗസംഗസ്പൃഹയോച്ഛതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാക ചകർത്തഭർത്തॄനബിതാസ്വഗർഹണാൻ. ആദായ ഭോജ്യാനി ചതുർവിധ ഭോജ്യം സ്വീകരിച്ച്, അനുഗൃഹ്യത അവരെ അനുഗ്രഹിച്ച്, പുനഃ പിന്നെ, ത്വത് അംഗസംഗസ്പൃഹയ അങ്ങയുടെ ശരീരവുമായുള്ള
ചേർച്ചയിലുള്ള ഇച്ഛയിൽ. ഉജ്ജതിർ ഗൃഹം, വീട് ഉപേക്ഷിച്ചവരായ അവരെ, വിലോക്യ കണ്ടിട്ട്, യജ്ഞായ യജ്ഞത്തിനായി, വിസർജയൻ വിസർജിച്ചു തിരിച്ചയച്ചു, ഇമാ ഇവരെ, ചകർത്ത ചെയ്തു, ഭർത്തൂനഭി ഭർത്താക്കന്മാരെയും, താസു അവരിൽ, അഗർഹണാൻ ഗർഹണമില്ലാത്തവരാക്കി, വെറുപ്പില്ലാത്തവരാക്കി. ശ്ലോകാർത്ഥം. ഭോജ്യവസ്തുക്കളെല്ലാം സാദരം സ്വീകരിച്ചിട്ട് ഭഗവാൻ അവരെ സദയം അനുഗ്രഹിച്ച് അങ്ങയുടെ ശരീരസംഘത്തിൽ സ്പൃഹരായി വീടുപേക്ഷിച്ച ആ വിപ്രപത്നിമാരെ യജ്ഞപൂർത്തിക്കായി യജ്ഞശാലയിലേക്കു തന്നെ തിരിച്ചയച്ചു. അവരുടെ പതിമാർക്ക് അവരിൽ ഒട്ടും തന്നെ സ്നേഹക്കുറവില്ലാത്തവരാക്കുകയും ചെയ്തു. ഭഗവാനെ ദർശിച്ച മാത്രയിൽ പരമഹംസന്മാർക്ക് മാത്രം അനുഭവിക്കുന്ന ആനന്ദ സമാധിയിൽ അവർ ലയിച്ചുപോയി. അവർ ഭഗവാനിൽ തങ്ങളുടെ പ്രിയതമന്മാരെ സാക്ഷാത്കരിച്ചു. അവർ ആ മനോഹര സ്വരൂപത്തെ തങ്ങളുടെ ഹൃദയത്തിന്റെ പള്ളിയറയിൽ പ്രവേശിപ്പിച്ച് ദൃഢമായി ആലിംഗനം ചെയ്തു. ആനന്ദമയനായ ശ്രീകൃഷ്ണനിൽ മനസ്സ് ലയിപ്പിച്ച് സന്താപം മുഴുവൻ അവർ കഴുകിക്കളഞ്ഞു. പിന്നെ സർവ മനോവ്യാപാരങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരിലും ആത്മാവായിരിക്കുന്ന പരമാത്മസ്വരൂപൻ താൻ തന്നെയാകയാൽ നിങ്ങൾ ഫലസിദ്ധി ഇച്ഛിക്കാത്ത ഭക്തോത്തമകളാകാൻ അവരെ ഉപദേശിച്ചു. എന്നിട്ട് യജ്ഞവാടിയിലേക്കു തന്നെ അവരെ തിരിച്ചയച്ചു. അവരുടെ പതിമാരാകട്ടെ ആ പത്നിമാരിൽ ഒട്ടും അതൃപ്തി ഉള്ളവരായില്ല എന്നു മാത്രമല്ല, പത്നിമാർ മുഖേന ആത്മജ്ഞാനം ലഭിച്ചതിനാൽ അതീവ സന്തോഷിതരുമായി. ശ്ലോകം 10. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. ഒരിക്കൽ കൂടി. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭിഃ പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈഃ മരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നിരൂപ്യ നിരൂപണം ചെയ്തിട്ട്, ദോഷം നിജം തങ്ങളുടെ ദോഷത്തെ, അംഘനാജനെ വിലോക്യ ഭക്തിം ച പത്നിമാരിൽ ഭക്തിയെ ദർശിച്ചിട്ട്, പുനർവിചാരിഭി വീണ്ടും വിചിന്തനം ചെയ്യുന്നവരായി, പ്രബുദ്ധ തത്വേ പ്രബുദ്ധരായി, ഉണർന്നവരായി, തത്വജ്ഞാനമുള്ളവരായി, സ്ത്വം അഭിഷ്ഠിതോ ദ്വിജൈർ ആ ബ്രാഹ്മണർ ഭഗവാനെ സ്തുതിച്ചു. മരുത്പുരാധീശ ശ്രീ ഗുരുവായൂരപ്പ നിരുന്തി മേ ഗതാൻ എന്റെ രോഗങ്ങളെ നിരോധിക്കണമേ. ശ്ലോകാർത്ഥം. ഹേ കൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, ദ്വിജന്മാർ തങ്ങളുടെ ദോഷങ്ങളെ വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്യുകയും ആ സ്ത്രീജനങ്ങളുടെ ഭക്തിയെ നന്നായി മനസ്സിലാക്കുകയും ചെയ്ത് പരമാർത്ഥ തത്വം തെളിഞ്ഞ് അങ്ങയെ അസലായി സ്തുതിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്റെ രോഗങ്ങളെ നിരോധിക്കണമേ. ഇവിടെ യാന്ത്രികമായ യജ്ഞകർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠം സമർപ്പണ ഭാവത്തോടെയുള്ള ഭഗവത് ഭക്തിയാണെന്ന് വ്യക്തമാക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.